എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അളവില്ലാത്ത അഭിഷേകം ഈ ശുശ്രൂഷയുടെ 2ാം ദിനത്തിൽ നമ്മളായിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന് മുൻപിലായിരിക്കാം. പരിശുദ്ധ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന അഭിഷേകത്താലുള്ള ശക്തീകരണത്തെക്കുറിച്ചാണ്. അഭിഷേകത്താലുള്ള ശക്തീകരണം. അഭിഷേകം നമ്മെ എംപവർ ചെയ്യുന്നു, നമ്മെ സ്ട്രെങ്തൻ ചെയ്യുന്നു. നമുക്കൊന്നൊരു ശക്തീകരണം ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ മൈറ്റി പവർ. ഇന്ന് സഭയിൽ നമുക്കറിയാം, ഒത്തിരിയേറെ കഴിവുകളും പ്രാപ്തിയുമുള്ള അനേകർ തിരുസഭയിലുണ്ട്. പാടാൻ കഴിവുള്ളവരെ, നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ളവരെ, കാര്യങ്ങളെല്ലാം ഭംഗിയായി ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നവരെ, ബുദ്ധി സാമർഥ്യമുള്ളവരെ, സംഘടനാ നേതൃത്വ വരമുള്ളവരെ, ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും ഒക്കെ ഒരുപാട് അറിയുന്ന പാണ്ഡിത്യമുള്ളവരെ, വാക്ചാതുര്യമുള്ളവരെ, സാമ്പത്തികമായ വലിയ ശേഷിയുള്ളവരെ, അങ്ങനെ പല വിധത്താൽ കഴിവുകളാൽ സമ്പന്നമാണ് നമ്മുടെ സഭ. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ സഭയ്ക്ക്, കർത്താവിൻ്റെ കുടുംബങ്ങൾക്ക്, ദൈവജനത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാൻ കഴിയുന്ന ജീവിതങ്ങളെയാണ്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളെയാണ് മറ്റെന്തിനേക്കാളും ഉപരി ഇന്ന് കർത്താവിൻ്റെ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ജീവിക്കുന്ന ഒരു സമൂഹമായി സഭ വളരണം. ഇന്ന് നമ്മുടെ സഭയ്ക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ കൂട്ടായ്മകൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എന്താണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്? പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. ആത്മാവിലുള്ള ശക്തീകരണമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ ഉന്നതമായ ശക്തിയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമുക്കിന്നെല്ലാം ദൈവം തന്നു, പക്ഷെ പലപ്പോഴും നമ്മൾ ശക്തിയില്ലാത്തവരായി മാറുന്നു. ശക്തി കെട്ടവരായി നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും ഇന്ന് ദുർബലമായി കൊണ്ടിരിക്കുന്നു. അഭിഷേകത്താലുള്ള ശക്തീകരണം മറ്റേത് നാളുകളേക്കാൾ ഇന്ന് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. 2025 ഞാൻ ആത്മാവിൽ കാണുന്നു, അത് വലിയ ശക്തീകരണത്തിന്റെ വർഷമായി പരിശുദ്ധാത്മാവ് തൻ്റെ സഭയ്ക്ക് നൽകുകയാണ്. ആഗ്രഹിക്കുന്നവർക്കും ചോദിക്കുന്നവർക്കെല്ലാം അളവില്ലാത്ത വിധം തൻ്റെ ശക്തിയുടെ അനുഭവം പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപയുടെ വർഷമായി 2025 സ്വർഗം അഭിഷേകം ചെയ്ത് ഉയർത്തുകയാണ്. കർത്താവേ, സ്തുതിക്കുന്നു. ഇവിടുത്തെ അത്ഭുത പ്രവൃത്തിയോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പല ചോദ്യങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എൻ്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് ഈ ദുരിതമുണ്ടാകുന്നു? ഈ തകർച്ചകൾ എന്തുകൊണ്ട് മാറുന്നില്ല? എൻ്റെ മക്കൾ പലരും വഴിവിട്ടു പോകുന്നു, അവർക്ക് പ്രാർത്ഥനയില്ല, വിശ്വാസം നഷ്ടപ്പെടുന്നു, കുടുംബത്തിൽ കലഹമാണ്, ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു, ഒരുപാട് നൊമ്പരങ്ങളും മുറിപ്പാടുകളുമായി ആയിരങ്ങൾ കഴിയുന്നു. എന്തുകൊണ്ട് ഉത്തരം കിട്ടാത്ത ഒത്തിരിയേറെ ചോദ്യങ്ങളുമായി അനേകർ അലയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ചുലുക്കാട് സുവിശേഷം 1-ാം അധ്യായം 34-35 വചനങ്ങൾ മംഗളവാർത്ത ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയെ അറിയിക്കുകയാണ്. മംഗളവാർത്ത കേട്ടപ്പോൾ അമ്മ മാതാവ് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പലപ്പോഴും പരിശുദ്ധ വചനത്തിലൂടെ നമുക്ക് ആവശ്യമായ ആലോചനകൾ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ നമ്മുടെ ഉള്ളിലും ഈ ചോദ്യം ഉയരുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ കുടുംബത്തിൽ എങ്ങനെ ഈ വചനം കൃപയായിട്ട് മാറും? എൻ്റെ മക്കൾ എങ്ങനെ അഭിഷേകത്തിൽ നിറയും? എൻ്റെ തലമുറ എപ്രകാരം വിശ്വാസത്തിൻ്റെ തലമുറയായി മാറും?
എൻ്റെ കുടുംബത്തിൽ എങ്ങനെ സമാധാനമുണ്ടാകും? എൻ്റെ ജീവിതം എങ്ങനെ ആത്മശക്തിയിൽ നിറയപ്പെടും? ഇതെങ്ങനെ സംഭവിക്കും? ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ഈ പ്രതിബന്ധങ്ങൾ മാറിപ്പോകുമോ? ഈ ദുരിത കയത്തിൽ നിന്ന് എനിക്കൊരു വിമോചനമുണ്ടോ? കർത്താവേ, ഇതെങ്ങനെ സംഭവിക്കും? ഒരുപാട് ജീവിതങ്ങൾ ഉയർത്തുന്ന ചോദ്യമാണിത്. ഇതെങ്ങനെ സംഭവിക്കും? നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവ്. വിശ്വസിച്ച ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള പരിശുദ്ധ അമ്മ മാതാവിന്റെ ചോദ്യത്തിന് ഗബ്രിയേൽ ദൂതൻ പറയുന്ന മനോഹരമായൊരു വചനമുണ്ട്. 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി, ഡുനാമിസ്, അത് ഡുനാമിസ് പവറാണ്. പരിശുദ്ധാത്മ ശക്തി അത് അത്യുന്നതന്റെ ശക്തിയാണ്. അഭിഷേകം നിന്റെ മേൽ വരും, അസാധ്യമായത് സാധ്യമാകും. വചനം മാംസമായി നിന്റെ ഉദരത്തിൽ ഗർഭം ധരിക്കും. നിന്റെ ഉദരത്തിൽ വചനം മാംസമായി മാറും. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയുക, പരിശുദ്ധാത്മാവാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ദൈവത്തിൻ്റെ റൂഹയാണ്. പരിശുദ്ധാത്മാ പ്രവർത്തിക്കുമ്പോൾ, ആത്മാവ് നമ്മളെ ശക്തീകരിക്കുമ്പോൾ, ആത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ പൂരിതരാകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ്. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം വചനത്തിൽ എന്താണ് കർത്താവ് പഠിപ്പിച്ചത്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അവതരണത്തിന്റെ അവസാനത്തിൽ പറയുകയാണ്, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. സാക്ഷികളായിരിക്കുകയും ചെയ്യും. എൻ്റെ സഹോദരങ്ങളെ, 2 കാര്യങ്ങൾ ഈ വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മൾ അറിയിക്കുന്നു. ഒന്ന്, ശക്തീകരണം, അഭിഷേകത്താലുള്ള ശക്തീകരണം, നമ്മൾ എംപവർ ചെയ്യുന്ന ഹോളി സ്പിരിറ്റ്. 2, സുവിശേഷീകരണം, നമ്മിലൂടെ നടത്തുന്ന ഇവാഞ്ചലൈസേഷൻ, ശക്തീകരണവും സുവിശേഷീകരണവും. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ആത്മാവ് നമുക്കായി തരുന്ന ആലോചന ഈ ശക്തീകരണത്തിന്റെ അനുഭവമാണ്. തന്റെ അഭിഷേകത്താൽ ആത്മാവ് നമ്മെ എല്ലാവരെയും ശക്തീകരിക്കുന്നു. സക്രിയ പ്രവചനം 4:6 നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലുമല്ല കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ഇടപെടുന്നത്. നമ്മുടെ കായിക ബലമോ നമ്മുടെ മാനുഷിക വൈഭവങ്ങളോ നമ്മുടെ മാനുഷിക പ്രാപ്തികളൊന്നുമല്ല. അതിനുമേൽ ആത്മശക്തി വരുമ്പോൾ അമാനുഷികമായ ശക്തിയായി ഇത് മാറുകയാണ്. സാധാരണക്കാരായ മനുഷ്യരിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച അസാധാരണമായ പ്രവർത്തനങ്ങളാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ. ഇന്നും പരിശുദ്ധാത്മ പ്രവർത്തിക്കുകയാണ്. എൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. ഏത് തടസ്സബന്ധനങ്ങളെ നീക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. എത്ര വലിയ ആത്മീയ മന്ദതയും പരിഹരിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. നമ്മുടെ മുൻപിൽ പുതുവാതിലുകൾ, പുതുവഴികൾ തുറക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ അനുഗ്രഹിച്ചുയർത്തുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അവിടുത്തെ പ്രവർത്തനത്തിന് ഒന്നും തടസ്സമല്ല. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകത്താൽ നമ്മെ ശക്തീകരിക്കുവാൻ കർത്താവ് അനുവദിക്കുന്ന ചില തലങ്ങളെ കുറിച്ച് നമ്മൾ വചനത്തിൽ കാണുകയാണ്. നമുക്കൊരു ശക്തീകരണം ആവശ്യമാണോ? പരിശുദ്ധാത്മാവിൽ നമ്മൾ എംപവർ ചെയ്യപ്പെടണമോ? സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും ഒരു ശക്തീകരണത്തിന്റെ ആവശ്യമുണ്ട്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, പൗലോസ്ലീഹ കൊളോസ്യർക്കാർക്ക് ലേഖനം 1:11 സ്ലീഹ സാക്ഷ്യപ്പെടുത്തുകയാണ്,
സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. സർവശക്തിയിലും. എന്താണ് ഈ സർവശക്തി? അത് ആത്മാവിന്റെ ശക്തിയാണ്. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. നിങ്ങൾ ആത്മാവിന്റെ ശക്തിയിൽ ബലം പ്രാപിക്കട്ടെ, നിങ്ങൾ കരുത്തുള്ളവരാകട്ടെ. പൗലോസ്ലിക സഭയെ ആശംസിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വചനത്തിൽ തന്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് കർത്താവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവ് അവരോട് പറഞ്ഞു, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരുടെ അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവീൻ, നിങ്ങൾ ആത്മാവിന്റെ ശക്തി നിങ്ങൾ സ്വന്തമാക്കുവീൻ, നിങ്ങൾ ആത്മശക്തിയെ ധരിക്കുവീൻ, നിങ്ങൾ അഭിഷേകത്താൽ ശക്തീകരിക്കപ്പെടുവീൻ. ഇതാണ് ആ വചനത്തിന്റെ അർത്ഥം. റിസീവ് ദ ഹോളി സ്പിരിറ്റ്, റിസീവ് ദ പവർ, റിസീവ് ദ അനോയിന്റിംഗ്. നിങ്ങൾ അഭിഷേകം സ്വീകരിക്കുക, ആത്മശക്തി പ്രാപിക്കുക. സഹോദരങ്ങളെ, ഈ ശക്തിയുടെ അനുഭവം നമ്മുടെ വ്യക്തി ജീവിതത്തിന് ആവശ്യമാണ്. നമ്മുടെ മന്ദതകൾ മാറണം, അലസത മാറണം, അനാവശ്യമായ ക്ഷീണം, തളർച്ച, ഉദാസീനത, ശുഷ്കാന്തി ഇല്ലായ്മ, ഇത്തരത്തിലുള്ള പൈശാചിക പീഡകൾ നിർവീര്യമായി ആത്മാവിന്റെ അധികമായ ബലത്താൽ നമ്മളെല്ലാം നിറയപ്പെടണം. ഈ ഒരു കൃപയിലേക്ക് സ്വർഗം നമ്മൾ ഉയർത്തുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഈ ശക്തീകരണത്തിന് അനുഭവം ഉണ്ടാകണം. നമ്മുടെ സഭ മുഴുവനിലും ആത്മാവിന്റെ ശക്തിയുടെ കാറ്റ് വീശി അടിക്കണം. കരങ്ങൾ ഉയർത്തി സഭയ്ക്ക് വേണ്ടി ഒരു 3 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ വിളിച്ചേ. പരിശുദ്ധാത്മാവേ വിളിച്ചേ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ സഭയിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സഭയിലേക്ക് വരണമേ. സഭയെ ശക്തിപ്പെടുത്തണമേ, സഭയെ ബലപ്പെടുത്തണമേ. തിരുസഭ മുഴുവനിലും ശക്തീകരണത്തിന്റെ കാറ്റ് വീശി അടിക്കട്ടെ. കരങ്ങളടിച്ച് ശക്തിയോടെ കരമടിച്ച് ആമേൻ. തിരുസഭ മുഴുവനും സഭയുടെ വൈദികരും സഭയുടെ സന്യസ്തരും സഭയുടെ ആത്മായരും സഭയുടെ കുടുംബങ്ങളിൽ സഭയെ നവീകരിക്കണമേ, തിരുസഭയെ ബലപ്പെടുത്തണമേ, സഭയെ പടുത്തുയർത്തണമേ, തിരുസഭയെ പുനരുദ്ധരിക്കണമേ, കുടുംബങ്ങളെ എംപവർ ചെയ്യണമേ, വ്യക്തി ജീവിതങ്ങളെ ഫലപ്പെടുത്തണമേ. സർവശക്തിയിലും നിങ്ങൾ ഫലം പ്രാപിക്കട്ടെ. സർവശക്തിയിലും നിങ്ങൾ ഫലം പ്രാപിക്കട്ടെ. അഭിഷേകത്താലുള്ള ശക്തീകരണം പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. അളവില്ലാത്ത അഭിഷേകം 2025 അതായി മാറട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അഭിഷേകത്താൽ നമ്മളെ ശക്തീകരിക്കുവാൻ കർത്താവ് അനുവദിക്കുന്ന ചില വഴികൾ നാം കാണുകയാണ്. നമുക്കെല്ലാം എപ്പോഴും നമ്മുടെ റോൾ മോഡൽ നമ്മുടെ കർത്താവ് തന്നെയാണ്. നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കാം. കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ തന്റെ ദൈവത്വം ഒന്നിലും ഉപയോഗിക്കുന്നില്ല. പരിശുദ്ധാത്മ ശക്തിയിലാണ് തന്റെ ശുശ്രൂഷ മുഴുവൻ കർത്താവ് നിർവഹിച്ചത്.
ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പരിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് നമ്മൾ കാണുക. എപ്രകാരമാണ് ഹോളി സ്പിരിറ്റ് കർത്താവിനെ ശക്തീകരിക്കുന്നത്? കർത്താവ് എംപവർ ചെയ്യപ്പെടുകയാണ് പരിശുദ്ധാത്മാവിൽ. അതിനായി 1-ാം വചനത്തിൽ കാണുന്നു, പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. കർത്താവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത് പിശാചല്ല, പരിശുദ്ധാത്മാവാണ്. എന്തിനാണ് മരുഭൂമിയിലേക്ക് നയിച്ചത്? ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടുവാൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും സമർപ്പിത സമൂഹങ്ങളും സഭയുമെല്ലാം പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെടുവാനായി അളവില്ലാത്ത അഭിഷേകത്താൽ ആത്മാവിൻ്റെ അധികമായ ബലത്താൽ നിറയപ്പെടുവാനായി നമ്മുടെ ജീവിതങ്ങളിലും ചില മരുഭൂമികൾ കർത്താവ് അനുവദിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ എപ്പോഴും അത്ഭുതങ്ങളിലേക്ക് മാത്രമല്ല നയിക്കുന്നത്, അടയാളങ്ങളിലേക്ക് മാത്രമല്ല നയിക്കുന്നത്, സന്തോഷകരമായ സുഖകരമായ ചില ദൈവ അനുഭവങ്ങളിലേക്ക് മാത്രമല്ല നയിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മെ ശക്തീകരിക്കുവാനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹനങ്ങളിലേക്ക് നയിക്കും, മരുഭൂമിയിലേക്ക്. നമ്മുടെ ജീവിതത്തിൽ ചില മരുഭൂമി അനുഭവങ്ങളുണ്ട്. എന്താണ് ഈ മരുഭൂമിയുടെ പ്രത്യേകത? നമുക്കറിയാം, ചുട്ടുപൊള്ളുന്ന അവസ്ഥയാണ്. പൊരിവെയില്, അതികഠിനമായ ചൂട്, വെള്ളമില്ല, വളരെ ഡ്രൈ ആയ സ്ഥലം, ഉണങ്ങി വരണ്ടിരിക്കുകയാണ്. മാരകമായ വിഷപ്പാമ്പുകള്, പൊടിക്കാറ്റുകള്, എല്ലാം പ്രതികൂലമായ സാഹചര്യം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇത് അനുവദിക്കും. പക്ഷെ ഭയപ്പെടേണ്ട, ഈ മരുഭൂമി അനുഭവങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ട്. സഹോദരങ്ങളെ, തകർച്ചകളും വേദനകളും ദുരിതങ്ങളും സങ്കടങ്ങളും കണ്ണുനീരുകളും നൊമ്പരങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും അവിചാരിതങ്ങളല്ല. ഈ ഒരു തീ പൊള്ളുന്ന കഠിനമായ സഹനത്തിന്റെ തീച്ചൂളിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ ജീവിതങ്ങളെ ഈ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. ഞാൻ ആത്മാവിലൊരു ദൂത് പറയട്ടെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ അസ്വസ്ഥരാകരുത്, നിങ്ങൾ നിരാശിതരാകരുത്, വിഷാദത്തിൽപ്പെട്ട് മനസ്സ് കലങ്ങരുത്. നിങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങളിൽ, സങ്കടങ്ങളിൽ, മരുഭൂമി അനുഭവങ്ങളിൽ, കൊടിയ ദുരിതങ്ങളിൽ, കഷ്ടതകളിൽ, വേദനകളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മെ വിളിച്ച പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ഈ സഹനങ്ങളിൽ അവൻ നമ്മളെ ബലപ്പെടുത്തും. ഈ ദുഃഖങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമുക്കെതിരെ വരുന്ന ഏത് പ്രതിബന്ധങ്ങളെയും പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്തുകൊള്ളും. വിശ്വസിക്കുന്ന കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ശക്തിയോടെ സഹനങ്ങളിൽ ഭയപ്പെടേണ്ട, മരുഭൂമികളെ ഓർത്ത് അസ്വസ്ഥരാകേണ്ട, കൊടിയ ദുരിതങ്ങളിൽ നമ്മൾ ആകുലപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവാണ് നിന്നെ വഴി നടത്തുന്നത്. നിന്നെ ശക്തീകരിക്കുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ, നിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തെ ഉജ്ജ്വലിപ്പിക്കുവാൻ. അനേകരെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് അനേകരെ എംപവർ ചെയ്യണമേ. മരുഭൂമി അനുഭവങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, സഹനങ്ങളിലൂടെ ശക്തീകരണമുണ്ട്, സഹനങ്ങളിലൂടെ സ്ഥിരീകരണമുണ്ട്. നമ്മൾ സംശയിക്കേണ്ട. പത്രോസിൽ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 10-ാം തിരുവചനം,
1 പത്രോസ് 5:10 എന്താ വചനം പറയുന്നത്? തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിനു ശേഷം പൂർണ്ണരാക്കുകയും, അല്പകാലത്തെ സഹനത്തിനു ശേഷം പൂർണ്ണരാക്കുകയും, സ്ഥിരീകരിക്കുകയും, ശക്തരാക്കുകയും ചെയ്യും. എന്റെ സഹോദരങ്ങളെ, സഹനങ്ങളിലൂടെ ശക്തീകരണമുണ്ട്. അല്പകാലത്തെ സഹനത്തിന് ശേഷം നിങ്ങളെ ശക്തരാക്കും, നിങ്ങളെ ശക്തീകരിക്കും. എന്തിനാണ് ഈ മരുഭൂമി അനുഭവങ്ങൾ? കർത്താവ് അറിയാതെയാണോ? കർത്താവ് അനുവദിക്കാതെയാണോ? ഒരിക്കലുമല്ല സഹോദരങ്ങളെ. നമ്മുടെ കുടുംബങ്ങളെ ശക്തീകരിക്കുവാൻ, നമ്മുടെ ബന്ധങ്ങളെ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിലേക്ക് നയിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെ തൻ്റെ ശക്തിയുടെ സാന്നിധ്യത്താൽ മുദ്ര ചെയ്യുവാൻ, തൻ്റെ സഭയെ ബലപ്പെടുത്തുവാൻ, പടുത്തുയർത്തുവാൻ, പുനരുദ്ധരിക്കുവാൻ പരിശുദ്ധാത്മാവ് ചില മരുഭൂമി അനുഭവങ്ങൾ സഭയിലും അനുവദിക്കുന്നു, കുടുംബങ്ങളിൽ അനുവദിക്കുന്നു, നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിക്കുന്നു. പൗലോസ് പറയുന്നുണ്ട് കൊരിന്തോസ്കാർക്ക് 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16-ഉം 17-ഉം വചനങ്ങളിൽ എന്താണ് സെന്റ് പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്? ഞാൻ അനുഭവിക്കുന്ന സഹനങ്ങളിൽ ഞാൻ നിരാശപ്പെടുന്നില്ല, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. 17-ാം വചനത്തിൽ പറയുകയാണ്, എന്തെന്നാൽ ഞങ്ങൾ നശ്വരമായതിലല്ല പ്രത്യാശ വയ്ക്കുന്നത്, നശ്വരമായ കാര്യങ്ങളിലാണ്. ഞങ്ങളെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, എന്നാൽ അവയുടെ ഫലമോ അനുപമമായ മഹത്വമാണ്. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ സഹനങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, വിളിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു തിരുവചനം പരിശുദ്ധ ബൈബിളിലുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 25-26 വചനങ്ങൾ. മക്കെദോനിയയിലേക്ക് സുവിശേഷം അറിയിക്കാൻ പൗലോസിനെ വിളിച്ച് വേർതിരിച്ച് പറഞ്ഞയച്ചത് പരിശുദ്ധാത്മാവായിരുന്നു. എന്നാൽ മക്കെദോനിയയിൽ ചെന്നപ്പോൾ, മക്കെദോനിയയിൽ പ്രധാന പട്ടണമാണ് ഫിലിപ്പി. ആ പട്ടണത്തിൽ സുവിശേഷം അറിയിക്കുമ്പോൾ അതികഠോരമായ സഹനങ്ങൾ, പീഡനങ്ങൾ, കൊടിയ ദുരിതങ്ങൾ പൗലോസ് നേരിടേണ്ടി വരികയാണ്. പൗലോസ്ലീഹായും ശീലാസിനെയും ഫിലിപ്പി കാരാഗ്രഹത്തിൽ ഉള്ളറയിലേക്ക് അവരെ തള്ളിയിടുകയാണ്. അവിടെ ശരീരം മുഴുവൻ മുറിവേറ്റിരിക്കുക. അവരെ വടി കൊണ്ട് അടിച്ച് അസഹ്യമായ വേദന, ശരീരം മുഴുവൻ മുറിവേറ്റിരിക്കുന്നു. ദുസ്സഹമായ വേദനയാണ്. കാലുകൾ കാമം വെച്ചു, കരങ്ങൾ ചങ്ങലകളാൽ ബന്ധിച്ച് അവരെ ഫിലിപ്പി കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലേക്ക് തള്ളിയിട്ടു. എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മ പറഞ്ഞിട്ടാണ് ഫിലിപ്പിയിലേക്ക് സുവിശേഷം അറിയിക്കാൻ പോയത്. എന്നാൽ ആ ഫിലിപ്പി കാരാഗ്രഹത്തിൽ എന്താണ് സംഭവിച്ചത്? സഹനങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ മാറിപ്പോകുന്നവനല്ല പരിശുദ്ധാത്മാവ്, നമ്മെ ചേർത്ത് പിടിക്കുന്നവനാണ്. ഈ സഹന ദുഃഖ ദുരിതങ്ങളിലൂടെ നമ്മെ ശക്തീകരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സങ്കടം, ഒരു കഷ്ടത വരുമ്പോൾ നമ്മെ വിട്ടു പോകുന്നവനല്ല, നമ്മളെ ചേർത്ത് പിടിക്കുന്നവൻ, നമ്മളെ ചേർത്ത് പിടിച്ച് ബലപ്പെടുത്തുന്നവനാണ് പരിശുദ്ധ റൂഹ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ആ തിരുവചനഭാഗം എന്താ സാക്ഷ്യപ്പെടുത്തുന്നത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16, 25, 26. ആ ഫിലിപ്പി കാരാഗ്രഹത്തിനുള്ളറയിൽ കിടന്ന് അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. അവരനുഭവിച്ച കൊടിയ സഹനങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് അവർ മനം തുറന്ന കർത്താവിനെ പാടി ആരാധിച്ചു. പരിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. സഹോദരങ്ങളെ, ഫിലിപ്പയിലേക്ക്
പൗലോസിനെ പറഞ്ഞയച്ച പരിശുദ്ധാത്മാവ് ആ ദുരിതത്തിന്റെ, ആ കൊടിയ സഹനത്തിന്റെ, ആ തീച്ചൂളിയുടെ അനുഭവത്തിലേക്ക്, ആ ഫിലിപ്പി കാരാഗൃഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഭൂകമ്പത്തിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ചില മരുഭൂമി അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകേണ്ട, ഭയപ്പെടേണ്ട. അവിടെ നമുക്ക് വേണ്ടി ആത്മാവ് പ്രവർത്തിക്കും. അവിടെ നമുക്ക് വേണ്ടി ആത്മാവ് പൊരുതും. നമുക്ക് വേണ്ടി ആത്മാവ് പുതുവഴികൾ തുറന്നു തരും. ആരാണ് അവരെ ഫിലിപ്പയിലേക്ക് പറഞ്ഞയച്ചത്? ആ പരിശുദ്ധാത്മാവ് ഫിലിപ്പി കാരാഗൃഹത്തിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങി വന്നു. അവിടെ വലിയ ഭൂകമ്പമുണ്ടായി, അടിത്തറ കുലുങ്ങുമാറ്, ആത്മശക്തി വ്യാപരിച്ചു. കരമുയർത്തി വിളിച്ച പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തീകരിക്കണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ബലപ്പെടുത്തണമേ. ആരാധന, ആത്മീയ മന്ദത, മടുപ്പ്, സംശയങ്ങൾ, ഉദാസീനതകൾ പിഴുതുമാറ്റണമേ. ആരാധന, ആരാധന, പരിശുദ്ധാത്മാവേ, കരമടിച്ച് ആമേൻ, 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 ഹല്ലേലൂയ, ആത്മാവേ, ശക്തി 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 ആരാധന, 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 വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, തിരുസഭ മുഴുവനിലേക്ക് വ്യാപരിക്കട്ടെ. ആമേൻ, ഒരു പുതിയ ബന്ധക്കുസ, ഹല്ലേലൂയ, ഉണർവിന്റെ കാറ്റ്, ആമേൻ, പുത്തൻ കൃപയുടെ കാറ്റ്, അഭിഷേക പ്രവാഹം, ആരാധന, 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 സമൃദ്ധമായ അഭിഷേകം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, കരങ്ങളടിച്ച് കരങ്ങളടിച്ച്. ആമേൻ, ആമേൻ. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു, ആത്മശക്തി വ്യാപരിച്ചു, കെട്ടുപൊട്ടി, പീഡമാറി, വാതിലുകൾ തുറക്കപ്പെട്ടു. അപ്പോസ്തല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഞങ്ങളിലേക്ക് പകരണമേ, സഭയിലേക്ക് പകരണമേ, കുടുംബങ്ങളിലേക്ക് പകരണമേ. ബന്ധിതരെല്ലാം മോചിതരായല്ലോ. കരമുയർത്തി വിളിക്കുന്ന യേശുവേ, വിളിക്കുന്ന യേശുവേ. ആരാധന, 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 ആമേൻ, ഹല്ലേലൂയ, ഈശോ, ഈശോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അടഞ്ഞുപോയ വഴികൾ തുറക്കപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മശക്തി നിറയട്ടെ. കുടുംബങ്ങൾ അളവില്ലാത്ത അഭിഷേകത്തിലേക്ക് നയിക്കപ്പെടട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങൾ അടിച്ച കർത്താവ് നന്ദി പറഞ്ഞു സ്തുതിച്ചേ. ആരാധന, ആരാധന, മരുഭൂമി അനുഭവങ്ങളിലൂടെ ആത്മാവ് നമ്മളെ ശക്തീകരിക്കുന്നു, എംപവർ ചെയ്യുന്നു. അഭിഷേകത്താൽ നമ്മളെ ഫലമുള്ളവരാക്കുന്നു. യെസ്, അധികമായ ഫലം, സമൃദ്ധമായ ഫലം പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യുന്നു. ഫിലിപ്പി കാരാഗൃഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. തന്റെ ദാസന്മാർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വീറോടെ പ്രവർത്തിച്ചു. അവൻ ഇന്നും നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആമേൻ. മരുഭൂമി അനുഭവങ്ങളിലൂടെ അഭിഷേകത്താൽ നമ്മെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുന്നു. രണ്ടാമത്, ആ മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ നമ്മുടെ കർത്താവ് പ്രാർത്ഥനയിൽ ഉപവാസത്തിലും ചെലവഴിച്ചു. നമ്മിലുള്ള ആത്മശക്തി വർദ്ധിച്ചു 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 വരുവാൻ
നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകം പെരുകി 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 വർദ്ധിച്ചു വരുവാൻ സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ആത്മാവിനാൽ നമ്മൾ ജീവിക്കണം. ലൂക്കായുടെ സുവിശേഷം 4:2 എന്താണ് വചനം പറയുന്നത്? അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. 40 ദിനരാത്രങ്ങൾ ജലപാനം ചെയ്യാതെ തീവ്രമായ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കർത്താവ് കഴിഞ്ഞുകൂടുകയാണ്. എന്തിനാണ് ഈ 40 ദിനരാത്രങ്ങൾ കർത്താവ് പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ചെലവഴിച്ചത്? ആത്മശക്തിക്കായി, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. തന്റെ പിതാവിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് പുറപ്പെടുകയാണ്. തന്റെ പിതാവിന്റെ രാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ കർത്താവ് തയ്യാറെടുക്കുകയാണ്. ഒരു പ്രിപ്പറേഷൻ. അതിനു മുൻപ് ഒരു ശക്തീകരണം ആവശ്യമാണ്. ഒരു ശക്തീകരണം, ഒരു എംപവറിങ് ആവശ്യമാണെന്ന് കർത്താവ് തിരിച്ചറിഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, 2025 ശക്തീകരണത്തിന്റെ വർഷമായി പരിശുദ്ധാത്മാവിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് അവിടുത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരിലേക്ക് ഈ അളവില്ലാത്ത അഭിഷേകത്തെ റൂഹ പകരുന്ന കൃപയുടെ വർഷമായി സ്വർഗം ഉയർത്തുകയാണ്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. സഭ മുഴുവനിലും ഒരു പുതിയ റിവൈവൽ പരിശുദ്ധാത്മാവ് വീശാൻ പോവുകയാണ്. ഒരു പുതിയ പെന്തക്കോസ്തയുടെ കാറ്റ്. കേരള സഭയെ സംബന്ധിച്ചിടത്തോളം 3 വർഷം നവീകരണ വർഷമായിരുന്നു. ഈ നവീകരണ വർഷത്തിന്റെ സമാപന വർഷമാണ് 2025. അത് ജൂബിലി വർഷം കൂടിയാണ്. എന്റെ സഹോദരങ്ങളെ, അതിശയകരമായ വിധത്തിൽ, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ചലനങ്ങൾ തന്റെ സഭയിൽ ആത്മാവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങളെ നിറയ്ക്കണമേ. അഭിഷേകത്താൽ ആവശ്യക്കാര് പ്രാപിച്ചോ. ഇത് അനേകരിലേക്ക് അഭിഷേകം ഒഴുകപ്പെടുന്നു. ഈ സമൃദ്ധമായ അഭിഷേകം വ്യാപരിക്കുന്നു. കർത്താവേ, റിലീസ് ചെയ്യണമേ. ആത്മാവേ, പകരണമേ. അളവില്ലാതെ അളവില്ലാത്ത അഭിഷേകം വൈദികരിൽ, സമർപ്പിതരിൽ, സന്യസ്തരിൽ, അൽമായ പ്രേക്ഷിതരിൽ, സഭയുടെ കുടുംബങ്ങളിൽ, സഭയുടെ യുവജനങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ പരിശുദ്ധാത്മാവേ പകരണമേ. അടികേ ആത്മാവിൽ നിറഞ്ഞു പാടിയേ. അളവില്ലാതെ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. അധികമായി എന്നിൽ നിറയണമേ. അധികമായി എന്നിൽ നിറയണമേ. അധികമായി എന്നിൽ നിറയണമേ. അധികമായി എന്നിൽ നിറയണമേ.
പരിശുദ്ധാത്മാവേ, അധികമായി, അളവില്ലാതെ, സമൃദ്ധമായി ആത്മാവേ ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ആത്മശക്തി വർദ്ധിക്കുവാൻ, അഭിഷേകത്താൽ നമ്മൾ ശക്തീകരിക്കപ്പെടുവാൻ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ജീവിതം നമുക്ക് ആവശ്യമാണ്. സഭയ്ക്ക് വേണ്ടി നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി, സാത്താൻ കോട്ടകൾ തകർന്നു വീഴുവാൻ വേണ്ടി, ലോക സുവിശേഷവൽക്കരണം യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി നമ്മൾ ദാഹത്തോടെ ഉപവസിച്ച് തീഷ്ണമായി പ്രാർത്ഥിക്കേണ്ട സമയം. ആത്മശക്തി നമ്മളിലേക്ക് പകരപ്പെടും. പല മിഷണറിമാരുടെ ജീവിതം നോക്കുമ്പോൾ, സഭയിലെ അനേകം വിശുദ്ധരുടെ നമ്മൾ ജീവചരിത്രം വായിച്ച് പഠിക്കുമ്പോൾ, അയർലൻഡിനെ കർത്താവിന് വേണ്ടി നേടിയ ധീരനായ വിശുദ്ധനായിരുന്നു വിശുദ്ധനായ പാട്രിക്, സെന്റ് പാട്രിക്. എൻ്റെ സഹോദരങ്ങളെ, അവിടെ 40 ദിനരാത്രങ്ങൾ അയർലൻഡിൽ കോ പാട്രിക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമ്മുടെ മലയാറ്റൂർ കുന്നിനേക്കാളും 10 ഇരട്ടി വലിപ്പമുള്ള വലിയൊരു മലയാണ്. അതിന് മുകളിലേക്ക് കയറി ചെല്ലാൻ അത്ര എളുപ്പമല്ല. കഠിനമായ ശൈത്യ സമയത്ത് ആ കൊടിയ തണുപ്പെല്ലാം അവഗണിച്ചുകൊണ്ട് ആ വലിയ മല കയറി പല പ്രാവശ്യവും വിശുദ്ധനായ പാട്രിക് ആ മലയുടെ മുകളിൽ ചെന്ന് കർത്താവിനോട് പ്രാർത്ഥനയിൽ ഉപവാസത്തിലും ചെലവഴിച്ച്. എന്തിനു വേണ്ടി? അയർലൻഡിന്റെ ഇവാഞ്ചലൈസേഷനായി, അയർലൻഡിന്റെ ആത്മീയ വീണ്ടെടുപ്പിനായി, ഐറിഷ് ജനത കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി, ഐറിഷ് ജനതയിൽ സുവിശേഷത്തിന്റെ തീ കത്തിക്കുവാനായി, അയർലൻഡിനെ കർത്താവിനായി നേടുവാൻ 40 ദിനരാത്രങ്ങൾ പല പ്രാവശ്യവും പാട്രിക് ദൈവസന്നിധിയിൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു ഉപവസിക്കുകയാണ്. ഈ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ താൻ നേടിയെടുത്ത ആത്മാവിന്റെ ശക്തിയാലാണ് അയർലൻഡിനെ കർത്താവിനായി പാട്രിക് നേടിയത്. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്രയും വിശുദ്ധരുടെ ജീവിതത്തിൽ നമുക്ക് ഈ അനുഭവങ്ങൾ കാണാം. പല മിഷണറി വീരന്മാരെ, ജോർജ് വൈറ്റ്ഫീൽഡ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മിഷണറി, 86 വയസ്സ് പ്രായമുണ്ട്, കണ്ണുകൾക്ക് അധികം കാഴ്ചയില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രധാന വചന സന്ദേശമായിരുന്നു, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഇതുപോലുള്ള വചന പ്രഘോഷണങ്ങളല്ല, താൻ എഴുതിക്കൊണ്ടുവന്ന പ്രസംഗം കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം തന്റെ കണ്ണിനോട് അടുപ്പിച്ച് പിടിച്ച് പ്രസംഗം വായിക്കുകയാണ്. ഈ പ്രസംഗം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഘനഗംഭീരമായ ശബ്ദത്താലല്ല, വളരെ നേർത്ത സ്വരത്തിൽ ജോർജ് വൈറ്റ്ഫീൽഡ് ഇത് പറയുകയാണ്. ജോർജ് വൈറ്റ്ഫീൽഡ് അല്ല, ജോർജ് എഡ്വേർഡ് ആണ്. എൻ്റെ സഹോദരങ്ങളെ, ജോർജ് എഡ്വേർഡ് ഇദ്ദേഹം ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനം പരിശുദ്ധാത്മ നിറയാൻ തുടങ്ങുന്നു. ജനം അനുതപിച്ച് കരയാൻ തുടങ്ങുന്നു. അവർ കേട്ടുകൊണ്ടിരുന്ന ദേവാലയത്തിന് തൂണുകൾ പിടിച്ച് അവർ ഇപ്പോൾ നിലം പതിക്കുമോ എന്ന് തോന്നുമാറ് ആ തൂണുകളിൽ അള്ളിപ്പിടിച്ച് കർത്താവേ പാപിയാണേ പാപിയാണേ എന്ന് പറഞ്ഞ് അനുതാപ ഹൃദയത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവർ യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കുകയാണ്. കൂട്ടമാനസാന്തരങ്ങൾ ഉണ്ടായി. അനേകർ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചു. എഴുതിക്കൊണ്ടുവന്ന പ്രസംഗം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, അവരെല്ലാം പ്രാപിച്ചൊരു പാതുവാലി, വിശുദ്ധ അന്തോണീസ്, വിശുദ്ധ വിൻസെന്റ് ഫെറർ, വിശുദ്ധ നിക്കോളാസ്, വിശുദ്ധ ഡൊമിനിക്, സീനാൽ വിശുദ്ധ കാതറീൻ, കൊച്ചു ത്രേസ്യ, വിശുദ്ധ ബെനഡിക്റ്റ്, ഇവരുടെ മേലൊക്കെ പകരപ്പെട്ട ആത്മാവിന്റെ ശക്തി, എൻ്റെ ദൈവമേ, ലക്ഷക്കണക്കിന് ആത്മാക്കളെയാണ്, ദേശങ്ങളെ അവർ കർത്താവിനായി വീണ്ടെടുത്തു. ആ പരിശുദ്ധാത്മശക്തി അവരുടെ സ്വന്തം കഴിവിലോ ബുദ്ധിയിലല്ല, പരിശുദ്ധാത്മശക്തിയിലൂടെ. എങ്ങനെ? പ്രാർത്ഥനയാലും ഉപവാസത്താലും. ഞാൻ പലപ്പോഴും പല മിഷണറിമാരുടെ ജീവിതം വായിച്ചപ്പോൾ അവർക്ക് ഈ ശക്തിയുടെ അനുഭവം കുറഞ്ഞു വരുന്നതായി കാണുമ്പോൾ അവരെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പിന്നെ ദിവസങ്ങളോളം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായി ചെലവഴിക്കുകയാ.
അവർ കർത്താവിന്റെ മുൻപിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുക. പ്രേ ആൻഡ് ഫാസ്റ്റ്. അവർക്ക് കുറഞ്ഞുപോയ, നഷ്ടപ്പെട്ടു പോയ ആത്മശക്തി വീണ്ടും അവരിൽ വർദ്ധിക്കുകയാണ്, അവരിൽ പെരുകുകയാണ്, വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ്. ഈ ശക്തിയിലാണ് വീണ്ടും അവർ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യുന്നത്. മനസ്സിലാക്കുന്നവർ വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഓ സ്തുതിക്കുന്നു, ആരാധന. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, 40 ദിനരാത്രങ്ങൾ കർത്താവ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 10 ദിവസക്കാലം സെഗീൻ ഊട്ടുശാലയിൽ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ശിഷ്യ സമൂഹം ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:14 വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 10 ദിവസങ്ങൾ അവർ എന്തെങ്കിലും കഴിച്ചതായി പരിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുന്നില്ല. അവർ നിരന്തരം പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു. ഇതിന്റെ റിസൾട്ട് എന്താണ്? ഇപ്രകാരം പ്രാർത്ഥിച്ച് ഉപവസിച്ചു കൊണ്ടിരുന്ന ആ സമൂഹത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അഗ്നിനാവുകളുടെ രൂപത്തിൽ കൊടുങ്കാറ്റിന്റെ ആരവത്തോടെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരികയാണ്. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മശക്തിയാൽ അവർ നിറയപ്പെടുകയാണ്. അവരുടെ ഭയം വിശ്വാസമായിട്ട് മാറി. അവരുടെ ഭയം ധൈര്യമായിട്ട് മാറി. അവർ വിദ്യാഹീനരായിരുന്നു, അസാധാരണമായ ജ്ഞാനമുള്ളവരായി, അറിവുള്ളവരായി, ആത്മാവിന്റെ ആലോചനയുള്ളവരായി. ഈ ട്രാൻസ്ഫർമേഷൻ എപ്പോഴാണ് സംഭവിച്ചേ? ഈ ശക്തിയാൽ അവർ പുതുക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് അവരെ എംപവർ ചെയ്തു. തൻ്റെ അഭിഷേകത്തിൽ അവരെ ശക്തീകരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്കിന്ന് ഈ ശക്തിയുടെ അനുഭവമാണ് വേണ്ടത്. നമ്മുടെ മക്കൾക്ക് ഈ അനുഭവം വേണ്ടത്. നമ്മുടെ സഭയ്ക്ക് ഈ അനുഭവം വേണ്ടത്. നമ്മുടെ വൈദികർക്ക്, സമർപ്പിതർക്ക് ഈ ശക്തിയുടെ അനുഭവമാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഓ സ്തുതിക്കുന്നത്, വിശ്വസിക്കുന്നത് കരമുയർത്തി 3 പ്രാവശ്യം വിളിച്ച് യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ, സ്തുതിക്കുന്നു കർത്താവേ. അപ്പോസ്തല പ്രവൃത്തി 2:4 പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെല്ലാവരും നിറയുകയാണ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും. സഹോദരങ്ങൾ, അതിനർത്ഥം മനസ്സിലാക്കണം. ധാരാളം സഭയ്ക്ക് വേണ്ടി സഭയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകാൻ, വീണ്ടും ആത്മാവിൻ്റെ കാറ്റ് വീശിയടിക്കുവാൻ, ആത്മാവിൻ്റെ തീ വീണ്ടും സഭ മുഴുവനിലും കത്തിപ്പടരുവാൻ സഭയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഉപവസിക്കണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ദേശങ്ങളുടെ റിവൈവലിനായി, രാജ്യങ്ങളുടെ ഉണർവിനായി നമ്മൾ ഉപവാസത്തോടെ, ത്യാഗത്തോടെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മ ശക്തിക്കായി. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അളവില്ലാത്ത അഭിഷേകത്തിനായി, ആത്മാവിന്റെ അഭിഷേകത്തിനായി. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ സഹോദരങ്ങളെ, ഒരൊറ്റ അനുഭവം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം, അവിടെ പരിശുദ്ധ വചനം പറയുന്നു, 17-18 വചനങ്ങൾ. 3 വർഷക്കാലം അറേബ്യയിലെ മരുഭൂമിയിൽ പൗലോസ് പ്രാർത്ഥനയിൽ ഉപവാസത്തിലും ചെലവഴിച്ചു കർത്താവിന്റെ മുൻപിൽ. ഞാൻ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. 18-ാം വചനത്തിൽ പറയാണ്, 3 വർഷത്തിന് ശേഷം. ഈ 3 വർഷം എവിടെയായിരുന്നു? അറേബ്യയിലെ ആ വനാന്തരങ്ങളിൽ പൗലോസ് പ്രാർത്ഥനയിൽ ഉപവാസത്തിലും ചെലവഴിച്ച്. എന്തിനു വേണ്ടി? ആത്മശക്തിക്കായി. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ ശക്തിയില്ലാതെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കില്ല. കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുവാൻ സാധിക്കുകയില്ല. കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വാക്കുകൾക്ക് സ്വാധീനം ഉണ്ടാവില്ല സഹോദരങ്ങളെ. നമ്മുടെ ജീവിതങ്ങളിൽ ആത്മശക്തിയുടെ സ്പർശനം ഉണ്ടാവുകയില്ല. ഈ ശക്തിയുടെ അനുഭവമില്ലാതെയും നമുക്ക് വചനം പ്രസംഗിക്കാം, നമുക്ക് പാട്ടുകൾ പാടാം, കാര്യങ്ങൾ ഭംഗിയായി നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ഇതിനൊന്നും അഭിഷേകത്താലുള്ള ശക്തീകരണം ഒന്നും ആവശ്യമല്ല.
കുറച്ച് അനുഭവങ്ങളും തഴക്കും പഴക്കും ഉണ്ടെങ്കിൽ ആർക്കും ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അതൊന്നും കർത്താവിനായി പ്രയോജനപ്പെടുകയില്ല. ജനത്തിന്റെ കയ്യടി കിട്ടാം, ലോകത്തിന് അംഗീകാരം കിട്ടാം, പക്ഷേ ദൈവത്തിന്റെ അപ്രൂവൽ നമുക്കുണ്ടാകുമോ നമ്മൾ പരിശോധിക്കണം. കർത്താവിനായി എൻ്റെയും നിന്റെയും ജീവിതം പ്രയോജനപ്പെടണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ കർത്താവിന്റെ കുടുംബങ്ങളായി മാറ്റപ്പെടണമെങ്കിൽ ആത്മാവിന്റെ ശക്തീകരണം കൂടിയേ തീരൂ. വേറെ ഒരു കുറുക്ക് വഴിയില്ല സഹോദരങ്ങളെ, വേറെ ഒരു ഷോർട്ട് കട്ടുമില്ല. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവജനത്തിന്റെ കരുത്തെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ഈ ആത്മശക്തിയുടെ അനുഭവം ഉണ്ടായപ്പോൾ പൗലോസിന് എന്താ ഉണ്ടായേ? പൗലോസിൽ എന്താ ഉണ്ടായത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 11ഉം 12ഉം വചനങ്ങൾ നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കി ഉച്ചത്തിൽ വായിച്ച്, പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവന്റെ ശരീര സ്പർശനമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ മേൽ അടുത്തു കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവർ വിട്ടുമാറി. അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും അത്ഭുതകരമായ ഡെലിവറൻസുകൾ, ഹീലിംഗ്സ്, മിറാക്കിൾസ്, കൺവേർഷൻസ്, റിപ്പന്റൻസ്, ഇതെല്ലാം പൗലോസിന്റെ ശുശ്രൂഷയിലൂടെ സഭയിൽ സംഭവിക്കുകയാണ്. എന്തുകൊണ്ട് ഇപ്രകാരം പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായത്? എന്തുകൊണ്ടാണ് പൗലോസിന്റെ കരങ്ങൾ വഴി ഈ വിധം പരിശുദ്ധാത്മാ വെളിപ്പെട്ടത്? അവൻ ആത്മശക്തിയിൽ ജീവിച്ചു. മറ്റെന്തിനേക്കാളും ആത്മാവിന്റെ ശക്തിക്ക് വില കൽപ്പിച്ചു. ഈ ശക്തിയിൽ വർദ്ധിക്കുവാൻ, ഈ ശക്തിയിൽ വളരുവാൻ, ഈ ശക്തിയിൽ ജീവിക്കുവാൻ പൗലോസ് തന്നെ അതിനായി ഒരുക്കി. അവൻ അതിനു വേണ്ടി സമർപ്പണമുള്ളവനായി, കമ്മിറ്റഡായി, ഡെഡിക്കേറ്റഡായി അവൻ അതിനു വേണ്ടി വില കൊടുത്തു, ത്യാഗമെടുത്തു. തൻ്റെ അർഹതപ്പെട്ട സന്തോഷങ്ങൾ പോലും അവൻ അതിനു വേണ്ടി ഉപേക്ഷിച്ചു കളഞ്ഞു. മറ്റെന്തിനേക്കാൾ വിലപ്പെട്ടതായി ഈ അഭിഷേകത്തെ പൗലോസ് വിലമതിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, 2025 നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പുത്തൻ അഭിഷേകത്തിന്റെ വർഷമായി 2025 മാറ്റപ്പെടുവാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, വാഞ്ചിക്കുന്നുണ്ട്? അവസാനമായി നിങ്ങൾ ശ്രദ്ധിക്കുക, 3-ാമത്തെ അവിടെ വരുന്നത് പ്രലോഭനങ്ങൾ അതിജീവിക്കുകയാണ്. നമ്മുടെ കർത്താവ് ദൈവവചനത്തിന്റെ ശക്തിയിൽ പരിശുദ്ധാത്മാവിലൂടെ തനിക്ക് നേരിട്ട ആ പൈശാചിക പ്രലോഭനങ്ങളെ കർത്താവ് അതിജീവിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവർ, നമ്മുടെ മസിൽ പവർ കൊണ്ട് നമുക്ക് പറ്റില്ല, നമ്മുടെ സ്വന്തം ബലം കൊണ്ട് ഇതൊക്കെ പൊടിഞ്ഞു പോകുന്ന മണ്ണ, ഒരു തുള്ളി വെള്ളം വീണാൽ അലിഞ്ഞു പോകുന്ന മണ്ണാങ്കട്ടകളാണ് നമുക്ക് ഇത്രയും ബലമുള്ള സഹോദരങ്ങളെ. നമ്മുടെ ബലം കൊണ്ടൊന്നും പാപത്തിന്റെ ആസക്തികൾ അതിജീവിക്കാൻ സാധിക്കില്ല. അതിന് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വരണം, ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ തീ സാന്നിധ്യം, അളവില്ലാത്ത അഭിഷേകം നമുക്ക് കൂടിയേ തീരൂ. കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞു, അത് ശരീരത്തിന് ദുരാശയ. ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ആധുനിക മനുഷ്യന്റെ വെപ്രാളം. ജെറുസലേം ദേവാലയത്തിന് ആഗ്രഹത്തിൽ നിർത്തിയിട്ട് താഴേക്ക് ചാടാൻ പറഞ്ഞു. ജീവിതത്തിന്റെ അഹന്തയാണ്. ഒരു അഹങ്കാര ചിന്ത കൊടുത്ത് രക്ഷാകര പദ്ധതിയിൽ നിന്ന് കർത്താവിനെ മാറ്റുവാനുള്ള പിശാചിന്റെ ചതിയായിരുന്നത്. ലോകത്തിലെല്ലാം മഹത്വം കാണിച്ചു കൊടുത്ത് വെറുതെ ആരാധിച്ചാൽ മതി. അത് കണ്ണിന്റെ ദുരാശയാണ്. കാണാൻ പറ്റുന്നത് മുഴുവൻ സ്വന്തമാക്കുവാനുള്ള ആസക്തികളാണ് ഇന്ന് അനേക മനുഷ്യർക്ക്. അതിനുവേണ്ടി പടാപാടുപെടുകയാണ്. എന്ത് പ്രയോജന സഹോദരങ്ങളെ? ഈ ശ്വാസം നിന്നാൽ അതോടുകൂടി എല്ലാം തീർന്നു, എല്ലാം നശ്വരമാണ്, എല്ലാം നശ്വരമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, വചനത്തിന്റെ ശക്തിയിൽ പരിശുദ്ധാത്മാവിലൂടെ ഈ കണ്ണിന്റെ ദുരാശ, മാംസത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത എന്ന ഈ അടിസ്ഥാന പാപങ്ങളെ നമ്മുടെ കർത്താവ് അതിജീവിക്കുകയാണ്, ഓവർകം ചെയ്യുകയാണ്. ഉടനെ എന്താ ഉണ്ടായത്? ലൂക്ക 4:13 പെട്ടെന്ന് വായിച്ച് 4:13 പറയുന്നു, ആ സമയം പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി, യേശുവിനെ വിട്ടുപോയി. തുടർന്ന് കർത്താവിന്റെ ജീവിതത്തിൽ എന്താ ഉണ്ടായേ?
ലൂക്കായുടെ സുവിശേഷം 4:14 വരിക. ലൂക്ക 4:14 എന്താണ് വചനം പറയുന്നത്? യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലായിലേക്ക് മടങ്ങിപ്പോയി. ആത്മാവിന്റെ ശക്തിയോടുകൂടെ. ആത്മാവിന്റെ ശക്തി ഉറക്കെ പറഞ്ഞേ, ആത്മാവിന്റെ ശക്തി. ആത്മാവിന്റെ ശക്തി. അളവില്ലാത്ത അഭിഷേകം എന്ന ഈ ശുശ്രൂഷയുടെ 2ാം ദിനത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് തന്റെ അഭിഷേകത്താലുള്ള ശക്തീകരണമാണ്. പാപം നിറഞ്ഞ, ദുഷിപ്പ് നിറഞ്ഞ ഈ ലോകത്തിൽ കർത്താവിന്റെ പരിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ശക്തീകരണമാണ് ഈ അഭിഷേകം. ഈ തലമുറയിൽ ധീരതയോടെ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാനുള്ള ധൈര്യത്തിലാലുള്ള ശക്തീകരണമാണ് ഈ അഭിഷേകം. ദൈവവചനത്തിന് സാക്ഷ്യം നൽകുവാൻ, അതിനുവേണ്ടി ഏത് സഹനങ്ങളും കൃപകളായി ഏറ്റെടുക്കുവാനുള്ള നിശ്ചയദാർഢ്യത്തിലുള്ള ശക്തീകരണമാണ് ഈ അഭിഷേകം. കർത്താവിനെ പ്രതി, സഭയെ പ്രതി എന്തും ത്യജിക്കുവാനുള്ള സമർപ്പണ ബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ശക്തീകരണമാണ് ഈ അഭിഷേകം. സ്തുതിക്കുന്നു. അളവില്ലാത്ത അഭിഷേകം, സമൃദ്ധമായ അഭിഷേകം. മോർ പവർ, മോർ അനോയിന്റിങ്. സഹോദരങ്ങളെ, ഇതാ നമുക്ക് നമ്മുടെ മസിൽ പവറും നമ്മുടെ ബ്രെയിൻ പവറും നമ്മുടെ പൊളിറ്റിക്കൽ പവറും മണ്ണാങ്കട്ട ഇതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവിന്റെ പവർ വേണം, പരിശുദ്ധാത്മ ശക്തി വേണം, പരിശുദ്ധാത്മ ശക്തി വേണം. ശക്തിയുടെ അനുഭവം കൊണ്ട് നമ്മൾ നിറയണം. കർത്താവ് നമുക്കതാണ് നൽകുന്നത്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ വൈദികരെല്ലാം ഈ അഭിഷേകത്താൽ ശക്തി, അവരുടെ പൗരോഹിത്യ ശുശ്രൂഷ ദൈവജനത്തിന് ശക്തീകരണത്തിന്റെ ശുശ്രൂഷയായിട്ട് മാറണം. യെസ്, നമ്മുടെ സമർപ്പിതർക്ക്, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ അന്മായ പ്രേക്ഷിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെല്ലാം പരിശുദ്ധാത്മാവിന്റെ തീക്കാറ്റുകളായി മാറുവാൻ, തീ പിടിച്ച ആത്മാക്കളായി അവരെല്ലാം ഉയർത്തപ്പെടുവാൻ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അതിനുള്ള സമയമാണ്. 2025 കർത്താവിന്റെ സഭയ്ക്ക് ഒരു പുതിയ തുടക്കത്തിന്റെ വർഷമാകട്ടെ. ഈ ജൂബിലി വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സഭയിൽ സമാധാനവും ഐക്യവും, സഭയിൽ പ്രത്യാശയുടെ ഒരു പുത്തൻ പുലരി, ഒരു പുതിയ മിഷണറി നവോത്ഥാനത്തിന്റെ പ്രസരിപ്പ് സഭ മുഴുവനിലും ആഞ്ഞു വീശുവാൻ സഹോദരങ്ങളെ കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമുക്കൊരുങ്ങാം. ഈ 2ാം ദിനത്തിൽ ശുശ്രൂഷകൾ ഇവിടെ തീരുമ്പോൾ തുറന്നുള്ള 2 ദിനങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ധാരാളം പേരെ കൂട്ടിക്കൊണ്ടുവരണം. നാളത്തെ ശുശ്രൂഷയിൽ അതിശക്തമായ വചന സന്ദേശം പരിശുദ്ധാത്മ നമ്മൾ അറിയിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ അതിനായി ഒരുക്കുക. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ഈ വചനം കേൾക്കുക. ഇവിടെ നയിക്കുന്ന പോസ്റ്ററുകൾ നിങ്ങൾ അനേകർക്ക് അയച്ചു കൊടുക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, ബന്ധുമിത്രങ്ങൾക്ക്, പരിചയക്കാർക്കെല്ലാം ഈ പോസ്റ്റർ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇവിടെ നയിക്കുന്ന ലിങ്കുകൾ നിങ്ങൾ ഇപ്പോൾ തന്നെ അയച്ചു കൊടുക്കണം. അനേകർക്ക് അയച്ചു കൊടുക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭയിൽ ഒരു പുതിയ പെന്തക്കോസ്ത ഉണ്ടാകുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ തീക്കാറ്റ് വീശുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളും പരിശുദ്ധാത്മാവിന്റെ തീനാവുകളായി പ്രകാശിതരാകുവാൻ ഈ ശുശ്രൂഷ അതിന് കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നിങ്ങൾ വ്യക്തിപരമായി ടീം ഷക്കേനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പോലെ ഈ ശുശ്രൂഷ ദൈവജനത്തിന് നൽകുവാനുള്ള ജ്ഞാനവും വിവേകവും അറിവും ആലോചനയും ആത്മശക്തിയും ലഭിക്കുവാൻ നിങ്ങളെ പ്രാർത്ഥന ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഷെക്കൻ ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളിതിനെ കരങ്ങൾ വിരിച്ച് പിടിതിനെ താങ്ങി നിർത്തണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയാണ്, നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങളിതിനെ താങ്ങി പിടിക്കണം. പ്രാർത്ഥിച്ച് നിങ്ങളിതിനെ ബലപ്പെടുത്തണം. സാമ്പത്തികമായി സഹായിച്ച് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് സഹോദരങ്ങൾ. ഞാൻ ഓരോന്നും എണ്ണി പറയുന്നില്ല. ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഇത് നടത്തിക്കൊണ്ടുപോകാൻ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുകയാണ്. കർത്താവ് വിശ്വസ്തനായി ആകുന്നത് കൊണ്ട് അവിടുത്തെ ഇതെല്ലാം നടത്തിക്കൊണ്ടു അതിൻ്റെ സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. നിങ്ങൾ കൈയഴിഞ്ഞ് സഹായിക്കണം. നല്ലതുപോലെ ഇതിനെ സപ്പോർട്ട് ചെയ്യണം സഹോദരങ്ങളെ. കർത്താവിനും അവിടുത്തെ സഭയ്ക്കും ഈ മാധ്യമ ശുശ്രൂഷ ഓരോ ദിനവും അനുഗ്രഹമായി മാറാൻ നിങ്ങളെ വിലപ്പെട്ട സഹായങ്ങൾ, നിങ്ങളുടെ സപ്പോർട്ടുകൾ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ആ വലിയ സഹായം ആവശ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് ഈ 2-3 മാസത്തിനുള്ളിൽ ഒരു വലിയൊരു ചെലവ്, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റാത്തത്. നമ്മുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ്.
സഹോദരങ്ങളെ, ഭീമാകാരമായ നമുക്കത് അസാധ്യമാണ്. പക്ഷെ പരിശുദ്ധാത്മാവിനെല്ലാം സാധ്യമാണ്. ആത്മാവിൻ്റെ കാറ്റ് വീശുമ്പോൾ ആവശ്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം, നിങ്ങൾ ഇതിനെ നിലനിർത്തണം. നമ്മുടെ കൂട്ടുത്തരവാദിത്തമാണ്. നമുക്കിത് നഷ്ടപ്പെട്ടു പോയാൽ ഇനി മറ്റൊരു മാധ്യമ ശുശ്രൂഷ നമുക്ക് ലഭിക്കുക എന്നുള്ളത് അത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ്. നമ്മൾ ഒരുമിച്ച് കർത്താവിനും സഭയ്ക്കും വേണ്ടി, നമ്മുടെ സമൂഹങ്ങൾക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ മാധ്യമ ശുശ്രൂഷയെ നിങ്ങൾ പ്രാർത്ഥിച്ചും സഹായിച്ചും ബലപ്പെടുത്തുക. അതിനായി കർത്താവ് നിങ്ങളെല്ലാവരെയും ഉണർത്തട്ടെ.